നിങ്ങൾ എത്ര ദിവസമായി എം പിമാർ മത്സരിക്കോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് എന്തോരം ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വരിയായിട്ട് എം പിമാർ മത്സരിക്കാൻ നിൽക്കുക, മത്സരിപ്പിച്ചില്ലെങ്കിൽ ആകെ ഇവിടെ പൊട്ടും തെറിക്കും ബോംബാകും സ്ഫോടനമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടിത്തെറി ഞങ്ങൾ കണ്ടില്ലല്ലോ. സുധാരേട്ടനൊക്കെ നിങ്ങൾ വേറെ പാർട്ടിയാക്കി സ്വതന്ത്രനാക്കി, പിന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പിന്നെ തീരുമാനിച്ചു, അവിടുന്ന് പുറപ്പെടിച്ചു, എന്തെല്ലാം ചെയ്യിപ്പിച്ചു, നിങ്ങൾ എല്ലാ വേഷവും ഇടിപ്പിച്ചു. വൈക്കത്തെ മുൻ MLA അജിത്ത് ഇപ്പൊ എവിടെയാ പോയിരിക്കുന്നത്? നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ, LDFന്റെ സിറ്റിംഗ് MLA, അദ്ദേഹം ഇപ്പൊ എവിടെയാ? എസ് രാജേന്ദ്രൻ ഇടുക്കിയിലെ ഇവരുടെ MLA, അദ്ദേഹം എവിടെയാ പോയി? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ആയിഷ പോയിട്ട് ഇപ്പൊ എവിടെയാ? PV അൻവർ, ഇവരുടെ കടുന്നൽ കൂട്ടത്തിന്റെ പിന്നെ തലവനായി അവർ തന്നെ അവരോധിച്ചിരുന്ന PV അൻവർ ഇപ്പൊ എവിടെയാ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഒന്നും വേണ്ട, ദീർഘകാലം CPM എല്ലാം നൽകിയിരുന്ന നേതാവെന്ന് പറയപ്പെടുന്ന G സുധാകരൻ എവിടെ നിന്നിട്ടാ മത്സരിക്കുന്നത്? കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിൽ അംഗത്വം സ്വീകരിച്ചു എന്നുള്ളതാണ്. രാവിലെ ആയിരുന്നു പാണക്കടെത്തി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാറുള്ളത്? അതായത് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇങ്ങനെ അല്ല, അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ നവമാധ്യമ ചർച്ചകളും പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് എന്തോ ഭയങ്കരമായിട്ടുള്ള കുഴപ്പം എന്നുള്ളത് സംബന്ധിച്ചാണ് വാർത്തകൾ ലീഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും വേണ്ട, പിന്നെ വൈക്കത്തെ മുൻ MLA അജിത്ത് ഇപ്പൊ എവിടെയാ പോയിരിക്കുന്നത്? BJPയിൽ പോയി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ, LDFന്റെ സിറ്റിംഗ്. ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർ അതാരാണെന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഷാഫി പറമ്പിൽ തന്നെയാണ്. വടകരയുടെ NB ഷാഫി പറമ്പിൽ തന്നെയാണ് ആ സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ളതാണ്. വടകരയിൽ KK ശൈലജയെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1,14,506 വോട്ടിന് തോൽപ്പിച്ച ശൈലജക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി സമ്മാനിപ്പിച്ച ഈ ഷാഫി പറമ്പിൽ തന്നെയാണ് കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത്. വളരെ കൃത്യമാണല്ലോ. ഞാനിത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളതാ. ഷാഫി ഒരു വിശ്രമവുമില്ലാത്ത വലിയ തിരക്ക് പിടിച്ച കൺവെൻഷനുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ഓടി നടക്കുകയാ. എല്ലാവർക്കും ഷാഫിയെ ഞങ്ങൾക്ക് ഫുൾ ടൈം കിട്ടണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ഷാഫിക്കാണെങ്കിലോ അതിപ്പോ വടകരക്കാർക്കുണ്ട്, കുറ്റ്യാടിക്കാർക്കുണ്ട്, നാദാപുരംകാർക്കുണ്ട്, പേരാമ്പ്രക്കാർക്കുണ്ട്, തലശ്ശേരിക്കാർക്കുണ്ട്, കൂത്തുപറമ്പുകാർക്കുണ്ട്, കൊയിലാണ്ടിക്കാർക്കുണ്ട്. ഇനി ഇവർക്ക് മാത്രമാണോ ഉള്ളത്? അല്ല. പേരാവൂരുകാർക്കുണ്ട്, അവർക്ക് മാത്രമാണോ ഉള്ളത്? അല്ല. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഷാഫി ഫുൾ ടൈം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു ഉപതെരഞ്ഞെടുപ്പൊന്നുമല്ലല്ലോ, ഫുൾ ടൈം. ഇപ്പൊ പാലക്കാട് 2024 ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി നിന്ന് പ്രവർത്തിച്ചു. ഒരു മഷിയിട്ട യന്ത്രം പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. പക്ഷെ അതുപോലെ പ്രവർത്തിക്കാൻ ഷാഫിക്ക് പറ്റൂ. കാരണം 140 മണ്ഡലങ്ങളിലും ഓടിയെത്തണം, 140 മണ്ഡലങ്ങളിലും. അപ്പോ പറഞ്ഞു വരുന്നത്, ഷാഫി പറമ്പിൽ ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തുമുണ്ട്. കൊടുവള്ളിയിലുണ്ട്. നിരന്തരമായിട്ട് ഓടി നടക്കുകയാ. ഇപ്പൊ ഇന്നലെ പാലക്കാട് രമേശ് പിഷാരടിയുടെ നോമിനേഷന് ഷാഫി എത്തി. പറഞ്ഞു വരുന്നത് ഷാഫിയാണ് സ്റ്റാർ ക്യാമ്പയിനർ. ഷാഫി സ്റ്റാർ ക്യാമ്പയിനർ ആകുമ്പോഴുള്ള ഒരു ഉപകാരം എന്താ? വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ കേരളത്തിലെ മാപ്രകൾക്ക് അണ്ണാക്കിൽ പൊട്ടിച്ചത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നിപ്പോ ഏതാ ദിവസം? ഇന്ന് തിങ്കളാഴ്ച. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച കേരളത്തിലെ മാധ്യമങ്ങളിൽ രാവിലെ മുതൽ എന്തൊക്കെയായിരുന്നു വാർത്ത? എന്തായിരുന്നു വാർത്ത? ആദ്യം പറയുന്നു കെ സുധാകരൻ മത്സരിക്കും എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു കെ സുധാകരൻ മത്സരിക്കില്ല എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു കെ സുധാകരൻ BJPയിലേക്ക് എന്ന് പറയുന്നു. നാലാമത് പറയുന്നു കെ സുധാകരൻ സ്വതന്ത്രനാകുമെന്ന് പറയുന്നു. അഞ്ചാമത് പറയുന്നു സുധാകരൻ മാത്രമല്ല, സുധാകരൻ്റെ അനുയായികൾ കേരളത്തിലെ 15 മണ്ഡലങ്ങളിൽ വിമതരായിട്ട് മത്സരിക്കും, സ്വതന്ത്രരായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. പാർട്ടി വിടുമെന്ന് പറയുന്നു, BJPക്കാരനാക്കുന്നു, പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാക്കുന്നു. അങ്ങനെ സുധാകരനെ ഒരു 12 മണിക്കൂറിൽ 40 വേഷങ്ങളെങ്കിലും ചുരുങ്ങിയത് സുധാകരനെ ഇവർ കെട്ടിച്ചു.
പച്ച നുണകൾ വിളിച്ചു പറയുകയായിരുന്നു. വൈകുന്നേരം 7:30 മണിയായപ്പോൾ എന്തായി? സുധാകരൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മാധ്യമങ്ങളെ കണ്ട സുധാകരൻ പറയുന്നു, ഞാൻ പാർട്ടിയാണ്, പാർട്ടിക്ക് കീഴിലാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ രാവിലെ മുതൽ ആ വൈകുന്നേരം 7:30 വരെ ഇവർ കൊടുത്ത വാർത്തകൾ എവിടെ നിന്നാണ്? ഈ വാർത്തകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ? ആൻഡ് സെക്കൻഡ് തിങ്, ഇത്തരം തലക്കെട്ടുകളും കഥകളും കെട്ടുകഥകളും നുണകളും എവിടെ നിന്ന് ഇവർക്ക് കിട്ടി? മനസ്സിലായില്ലേ? അതിനിടയിൽ സുധാകരൻ വഴങ്ങി, ഹൈക്കമാൻഡ് വഴങ്ങി, ഓരോ ഘട്ടത്തിൽ ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ പറയുന്നത്, അപ്പോൾ എന്താണ് ഇവരുടെ അജണ്ട? ഇനി നിങ്ങൾ ഒരു ഭാഗത്ത് നോക്കി നോക്കൂ. ഇപ്പം നാട്ടികയിലെ സിറ്റിംഗ് എം എൽ എ ഇപ്രാവശ്യം മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിട്ടാണ്. അതിനെക്കുറിച്ച് വാർത്തകളില്ല. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ, പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, പയ്യന്നൂരിലെ വിമതനായിട്ട് മത്സരിക്കുന്നു. തളിപ്പറമ്പിൽ ഗോവിന്ദൻ ഭാര്യയെ നിർത്തിയത് കൊണ്ട് പാർട്ടി നേതാവ്, വർഷങ്ങളായി പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയുടെ അന്ന് ഈ പറയുന്ന അവിടുത്തെ നേതാവായ, തളിപ്പറമ്പിലെ നേതാവായ TK ഗോവിന്ദൻ മാറി ചിന്തിക്കുന്നു. സുധാകരൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, UDF-ൽ കോൺഗ്രസിൽ എന്തോ വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാപ്രകൾ, ഇതിനൊക്കെ തലക്കെട്ടുകൾ ആദ്യം തുറന്നു വിടുന്നതാരാ? ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരനായിട്ടുള്ള മൊട്ട അരുണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതിനു വേണ്ടിയിട്ട്, കൂട്ടിക്കൊടുപ്പിന് വേണ്ടിയിട്ട് മൊട്ട അരുണിന് ലക്ഷങ്ങൾ കൊടുക്കുന്നു, ആൻഡോ അഗസ്റ്റിന് കോടികൾ ലഭിക്കുന്നു, കൈരളിക്ക് കോടികൾ. എന്താണ് പരിപാടി? ഈ കൂട്ടിക്കൊടുപ്പ് പച്ച നുണ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇത് സുധാകരൻ, ഒരു സീനിയർ വലിയ നേതാവ് കോൺഗ്രസിൻ്റെ, ആ സുധാകരനെ വെച്ച് ഇത്തരം കഥകൾ. ഇനി സുധാകരനെ വെച്ച് മാത്രമാണോ ലീഗിലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഷാഫി ചാലിയം, കോൺഗ്രസിലെ പല നേതാക്കൾ, അങ്ങനെ പലരെയും പല വേഷങ്ങൾ കെട്ടിക്കുക. അവർ പോലും അറിയുന്നില്ല. വാർത്തകൾ വരുമ്പോൾ ഇവരിത് കാണുമ്പോൾ ഞെട്ടുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വേശ്യാ മാധ്യമങ്ങൾ ഒരു ധാർമ്മികത വേണ്ടടോ, ഒരു മൊറാലിറ്റി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു സ്വത്വത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ആരെങ്കിലും മുതിരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്തരക്കാർക്ക് സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്? അപ്പോൾ ഇതിപ്പോൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തികളാണല്ലോ, അവരുടെ താല്പര്യങ്ങൾ അവർ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന പലരും ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വാല്യൂവും ഇല്ലാതെ, ഒരു മൊറാലിറ്റിയും ഒരു ധാർമ്മികതയും ഇല്ലാതെ വേണ്ട വിധത്തിൽ ഈ പച്ച നുണകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത്? മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഈ കേരളത്തിൽ ഇന്ന് ഒരിളക്ക ഉപ്പേരി പോലെ എല്ലാവരും മറുപടി കൊടുക്കാൻ കെൽപ്പുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. അതുമാത്രവുമല്ല, ജനപിന്തുണയുടെ കാര്യത്തിൽ അയാൾ ബഹുദൂരം മുന്നിലാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ ഷാഫി ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ? കൊടുക്കേണ്ടത് അയാൾ കൃത്യമായിട്ട് വെടിപ്പായിട്ട് കൊടുത്ത് തീർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ അയാൾ പാലക്കാട്ടായിരുന്നു. ഇന്ന് അയാൾ കോഴിക്കോടിൻ്റെ വിവിധ മണ്ഡലങ്ങൾ, കൊടുവള്ളിയിൽ, കുറ്റ്യാടിയിൽ, പേരാമ്പ്രയിൽ, അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് അയാളുണ്ട്. നിറഞ്ഞു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലെയും എല്ലാ പ്രചരണ കമ്മിറ്റിക്കാരും, എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാരും, എല്ലാ സ്ഥാനാർത്ഥികളും UDF-ൻ്റെ ആഗ്രഹിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ പ്രസൻസാണ്. അത് ഞങ്ങൾക്ക് ഈ പോളിംഗ് ദിവസം വരെയുള്ള എല്ലാ മണിക്കൂറും, ഓരോ സെക്കൻഡും അയാളെ ലഭിച്ചിരുന്നെങ്കിലെന്ന് എല്ലാവരും ആഗ്രഹിക്കുക. എന്താ കാര്യം? മറ്റൊന്നുമല്ല, അയാൾ ഒരു വേറെ മുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കേരളത്തിലെ സമൂഹത്തോട്, പൊതുജനങ്ങളോട്, കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു അനീതികേടുണ്ട്. ആ അനീതികേടാണ്. കാരണം ഇതിപ്പോൾ ഇത്തരം പച്ച നുണകൾ വാർത്തയാക്കുന്നത് എന്തിനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുധാകരൻ BJP-യിലേക്ക് എന്നാദ്യം, പിന്നെ സ്വതന്ത്രൻ എന്നാദ്യം, പിന്നെ റിബലുകളുടെ ഒരുപാട് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാദ്യം, പൊട്ടിത്തെറിയെന്നാദ്യം, ഇതൊക്കെ പറയുന്ന ആളുകൾ എന്തിനാണ് ഈ പച്ച നുണകൾ പറയുന്നത്?
എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ വികാരമുണ്ട്. ആ വികാരത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുന്നതിന് അതിനൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഇല്ലേ, ഒരു ചട്ടക്കൂടില്ലേ, ഒരു ഫ്രെയിമില്ലേ അതിന്? അതല്ലേ മാധ്യമപ്രവർത്തകരെന്നൊന്നും ഇവരെ വിളിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ എത്രയോ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന യഥാർത്ഥ മാധ്യമപ്രവർത്തകർ എത്രയോ പേരുണ്ട് ഇല്ലേ? അവരുടെ പേരോടൊപ്പം ഈ വെറ്റകളെ ചേർത്ത് വെക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണം കിട്ടിയാൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ, കുറേ പേപ്പട്ടികൾ, കുറേ ശവം തീനികളായിട്ട് ഈ ഇവറ്റകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ വാർത്തയറിയാനാണെങ്കിൽ 3.5 കോടി ജനതയ്ക്ക് എന്തിനാണ് ഇത്രയും മാധ്യമ സ്ഥാപനങ്ങൾ, എന്തിനാണ് ഇത്രയും ന്യൂസ് ചാനലുകൾ വേണോ? ഇപ്പോൾ പെട്ടിക്കട തുടങ്ങുമ്പോഴല്ലേ പോലെയല്ലേ, ചായക്കടകൾ തുടങ്ങും പോലെയല്ലേ ഇപ്പോൾ മാധ്യമ ചാനലുകൾ തുടങ്ങുന്നത് അല്ലേ? വലിയ വരുമാനം. നിങ്ങളൊന്ന് കാര്യം ആലോചിക്കണം. ഇവരുടെ വരുമാനം ഇപ്പോൾ